നവംബർ 29 ഞാൻ എന്നെ കൂടി നേരത്തെ ട്രിപ്പ് പോയ, അതായത് കട്ടൻ കാപ്പി എന്ന് പറയുന്ന ഒരു ടീമിനെ കൂടി ഞാൻ വർഷാവടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാങ് ആയിട്ട് നമ്മളൊരു മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 10-12 പേരുണ്ടായിരുന്നു. അത് വെച്ചത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ കുമ്പളങ്ങിയിൽ മൈക്കിൾസ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതൊരു ഐലൻഡാണ്. അത് നല്ലൊരു സംഭവമാണ്. ഒത്തിരി എക്സ്പെൻസീവാണ് എങ്കിലും നല്ല സ്ഥലമായിരുന്നു. അതിൻ്റെ ഫുഡൊക്കെ ഞങ്ങൾ അവിടെ തന്നെയാണ് പറഞ്ഞത്. കാരണം അവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വഴി ഇത്തിരി മോശമാണ്. അപ്പോൾ എത്തിപ്പെടാനായിട്ട് ഭയങ്കര പാടാണ്. അത് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് അവർ ശരിയാക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം രാത്രി 4 പേര് വന്നിട്ട് കാറ്, ചെറിയ കാറ്, എനിക്ക് തോന്നുന്നത് സാൻഡ്രോ ആയിരുന്നു. അപ്പോൾ അടിമുട്ടണം കൊണ്ടിട്ട് അവർ തിരിച്ചു പോയി. എൻ്റെ അർബൻ ക്രൂസർ ആയതുകൊണ്ടിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. എന്തായാലും ഇത് അവർ റോഡൊന്ന് ശരിയാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം അല്ലെങ്കിൽ പിന്നീട് നമുക്ക് വരാൻ തോന്നില്ല. കാരണം അവിടെ ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടായിട്ട് ഈ റോഡ് മോശമായതുകൊണ്ട് മാത്രം ആളുകൾ അങ്ങോട്ട് വരാണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് പലരും പല ടൈമിലാണ് വന്നത്. ചിലവരൊരു 3 മണിക്ക് എത്തി. എനിക്ക് തോന്നുന്നു 5 മണിയായപ്പോൾ എത്തി. അപ്പോൾ കുറേ ആൾക്കാർ, പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട്, പരിചയമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാം കൂടി നമ്മൾ വൈകുന്നേരം വന്ന് ചായ കുടിയെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല സ്ഥലമൊക്കെ ഉണ്ട്. കായലിൻ്റെ സൈഡിലാണിത്. അപ്പോൾ കംപ്ലീറ്റ് ചീനവലയൊക്കെ കാണാം. അപ്പോൾ അവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ രീതിയിൽ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ പാട്ട് പാടാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു. ഒരു കഷീർ ഫണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. IT ഒക്കെയാണ് ചെയ്യണം. അവരുടെ പാട്ട് അടിപൊളി പാട്ടാണ്. പുള്ളിനോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾ കരോക്കെ ഒക്കെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി സൂപ്പറായിട്ട് പാടും. രാത്രി ഒരു 2 മണി വരെ അവിടെ ഇരുന്ന് ആ പാട്ടൊക്കെ പാടി ചെറിയ രീതിയിൽ ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ അന്ന് കിടക്കാനായിട്ട് പോയി. അപ്പോൾ ആൾക്കാർ അധികം ഇല്ലാത്തതുകൊണ്ടിട്ട് റൂമൊക്കെ കാലിയായിരുന്നു. വലിയ റൂമാണ് അവിടെ. പിന്നെ ഞാൻ അതിന് തലേദിവസം ഞാൻ ആ സൈഡിലിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ അതിലെ ഇങ്ങനെ വഞ്ചിയിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. അതിന് 2500 രൂപയാണ്. വലിയ വെള്ളത്തിൽ കയറ്റിയിട്ട് അവർ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഒരു 5 കിലോമീറ്റർ പുഴയിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു ട്രിപ്പുണ്ട്. അത് നല്ല സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഒക്കെ എടുത്തിട്ടിരിക്കുമ്പോൾ നാടൻ ഒരാളിങ്ങനെ ചെറിയ വഞ്ചരി മീൻ പിടിക്കാനായിട്ട് അതിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ടാവും. പുള്ളി വെറുതെ എൻ്റെ അടുത്തേക്ക് വന്ന് അപ്പം ഞാൻ കുറേ അയാളെക്കുറിച്ച് എങ്ങനെയാണ് മീൻ പിടിക്കണമെന്നൊക്കെ കുറേ സംസാരിച്ചായിരുന്നു. കാരണം ഞാൻ ഈ വടുതലയുള്ള കൊണ്ടിട്ട് എനിക്ക് കൊച്ചി അടുത്താണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ കണ്ടക്കടവ്, ഫോർട്ട് കൊച്ചി ചെല്ലാനും ഒക്കെ എനിക്കറിയാം. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് കുറേ നേരം വർത്തമാനം പറഞ്ഞ്. അപ്പോൾ അയാൾ മീനിപ്പോൾ എന്തോ കിട്ടാത്തൊരു സീസണാണ്. അപ്പോൾ അത് അയാൾ പോയിട്ട് തിരിച്ചിട്ട് വന്നിട്ട് രാത്രിയാണ് മീൻ ഇടാൻ പോണത്. അപ്പോൾ വലയൊക്കെ കാണിച്ചിരുന്നു. അങ്ങനെ അയാളെ കൂടി കുറച്ചേരൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് അതൊരു നല്ല അനുഭവമായിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ എനിക്ക് ചായ എല്ലാം കുടിച്ചതിന് ശേഷം എല്ലാവരും പിന്നെ ഫോട്ടോ എടുക്കണ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ അന്ന് എൻ്റെ ഒരു കസിൻ്റെ ഒരു പാർലർ ഇനോഗ്രേഷനായിരുന്നു. കുറച്ച് സ്റ്റില്ലൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചുരുട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ലൊരു ലൊക്കേഷൻ ആയതുകൊണ്ടിട്ട് ഞാൻ വെറുതെ ചുരുട്ടൊക്കെ വിളിച്ച് അവിടെ എടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ട് അവരെല്ലാവരും സ്ത്രീകളൊക്കെ ചുരുട്ടൊക്കെ വലിച്ച് അടിപൊളിയായിരുന്നു. എന്തായാലും നല്ലൊരു സംഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മൈക്കിൾ ലാൻഡ് വളരെ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അടുത്ത മീറ്റപ്പിന് കാണുന്നത് വരെ ഗുഡ് ബൈ.